ഹായ് ഡിയേഴ്സ്. അപ്പോൾ അതെ സമയം 4:30 മണിയാണ്. നമ്മൾ പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം അനീക്കക്ക് ഭയങ്കരമായിട്ടൊരാഗ്രഹം ഇടയത്താഴത്തിന് പുട്ട് കഴിക്കണമെന്ന്. അങ്ങനെ നമ്മൾ രാത്രി എഴുന്നേറ്റ് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങയൊക്കെ തിരുകിയിട്ട് പണ്ട് കുഞ്ഞിലെ ആയിരുന്നപ്പോഴത്തേക്കിനും ഉമ്മി പുട്ടും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനും കൂടിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ സന്ധ്യയ്ക്ക്, അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പവും ചെമ്മീൻ കറിയും കഴിച്ചതാണ്. പിന്നെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തായാലും പുട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഓർക്കായിരുന്നു. ഒരു വീഡിയോസിലൊക്കെ വരുമല്ലോ, ഇത് കണ്ടിട്ട് ആരും എന്നെ പൊങ്കാലിടാൻ വരരുത് കേട്ടോ. അങ്ങനെയല്ല, ചില വീഡിയോസിലൊക്കെ വരില്ലേ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കി കഴിക്കണം. നമ്മളങ്ങനെ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരുപോലെ, ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരുപോലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോസൊക്കെ, അങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ശരിയാണല്ലോ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോ വരുന്ന സമയത്താണ് നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കടമയാണ്, ആ ഒരു മൈൻഡിലാണ് നമ്മൾ നിന്നിരുന്നതല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ്, ഇപ്പം ഇങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഹാദ്കുട്ടൻ്റെയൊക്കെ ഒരു ജനറേഷൻ ആകുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് അവനവന് ഇഷ്ടമുള്ളത് അവനവൻ ഉണ്ടാക്കുക, പിന്നെ അങ്ങനത്തെയൊക്കെ ഒരു കാര്യത്തിലേക്കൊക്കെ വരുമായിരിക്കും. ഈ ജനറേഷൻ എന്തായാലും ഇവരെ ഒന്നും തിരുത്തി ആക്കാനൊന്നും പറ്റുമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഒരു തമാശ രീതിയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും, പക്ഷെ അത് ചിന്തിച്ച് വേറൊരാൾ കേട്ട് അല്ലെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയും. അപ്പോൾ അത് കാരണം അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മളിവരോട് ഇപ്പം ഞാനിപ്പോൾ ഇക്കാനോട് പറയാണ്, ആ പാത്രം എടുത്ത് വാഷ് ബേസിനിലേക്ക് കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക പറയാം അവിടെ ഇരുന്നോട്ടെ, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ചിലപ്പോൾ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്താൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ പറയും നമുക്കാണെങ്കിൽ അപ്പം തന്നെ ചെയ്ത് വെക്കുകയും വേണം. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും എനിക്ക് കഴിയാമെങ്കിൽ ആരെങ്കിലും സെർവൻറ്റിനെ വെക്കാനും പറ്റും. അത് നമുക്ക് പറ്റുകയുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ മനസ്സിലോർത്തുകൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയത്. ഈ പുട്ടുണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമം കൊണ്ടൊന്നുമല്ല, പക്ഷെ ഒരു തമാശ രീതിയിൽ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഓർത്തതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇക്കാക്ക് പുട്ട്, മുട്ട പൊരിച്ചത്, മീൻകറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു നമ്മുടെ തൈറോയിഡിൻ്റെ ഒരു മരുന്നും കൂടെ കഴിച്ചിട്ട് കുറച്ച് ചായ ഇട്ടു. ചായ അല്ല കേട്ടോ, കാപ്പി ഉണ്ടാക്കി. അപ്പോൾ അത് ഉമ്മിക്കും ഇക്കാക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉമ്മി കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. ഉമ്മിക്ക് കഞ്ഞിയും തോരനും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കിന്നൊരു അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇടയത്താഴം കഴിഞ്ഞിട്ട് പിന്നെയുള്ള വീഡിയോ ആണേ. അതായത് ഇത് തലേന്നത്തെ വീഡിയോ, ഇടയത്താഴം ഇന്ന് രാവിലത്തെ വീഡിയോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കഴിക്കാനാണ് ഈ ചെമ്മീൻ കറി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാര്യം പിടിയിട്ടിയല്ലോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ പച്ചമുളകും കുറച്ചധികം ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സിമ്പിൾ ചെമ്മീൻ കറിയാണ്. അപ്പത്തിലേക്കൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള കാര്യത്തിലേക്കാണ് ഇത് നന്നായിട്ടുണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ മുളക് പൊടി നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഉമ്മിക്കൊക്കെ കുറച്ച് കളറുള്ള കറികളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ. അല്ലാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ചേർത്താലും ഈ കറി സൂപ്പറായിട്ട് തന്നെ വരും കേട്ടോ, ചെമ്മീനായതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേ. ഇനി നമുക്ക് ചെമ്മീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീനിൽ നിന്ന് വെള്ളം വരും, അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ചേർക്കാണ്ട് നമ്മൾ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. 2ാം പാലും 3ാം പാലും ഒഴിക്കുന്ന വീഡിയോ ഇതിലെങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അത് എടുക്കാതെ വിട്ടുപോയത് എന്തോ ആണ്. അപ്പോൾ നമ്മൾ 2ാം പാലും 3ാം പാലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള 1ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ 2 പാലൊഴിച്ച് നന്നായിട്ട് തിളച്ച് ചെമ്മീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം 1ാം പാലൊഴിച്ച് കടുക്, കറിവേപ്പില, ചെറിയുള്ളി, വറ്റൽമുളക് ഇത്രയും താളിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ കറിൻ്റെ പരിപാടി. പൊടിപ്പിച്ച മുളക് പൊടിയും വാങ്ങിച്ച മുളക് പൊടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഈ കുപ്പിയിൽ കാണുന്നത്. അത് ഞാൻ വെറുതെ എടുത്ത് വെക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും കണ്ടതാണ്. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. നേരെ കടയിലേക്കാണ് കേട്ടോ. എളുപ്പത്തിൽ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേഗം കടയിലേക്ക് പോയിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇന്നിക്കാൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. ചില ദിവസം ഞാൻ ബസ്സിലും പോകാറുണ്ടേ. അപ്പോൾ ഇന്നിക്കാൻ്റെ കൂടെ വന്നതുകൊണ്ട് തന്നെ പയ്യെ ഇങ്ങ് എത്തി വേഗം തന്നെ. പിന്നെ അതേ വേഗം കുറച്ച് പഴംപൊരിയാണ്
എനിക്കിത് പഴംപൊരി കഴിക്കണം എന്ന് എന്തോ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പഴം ഉണ്ടായിരുന്നുള്ളൂ, അതെടുത്ത് പൊരിച്ചു. വേറെ കാര്യമായിട്ട് കടികളൊന്നും ഇന്ന് ഉണ്ടാക്കുന്നില്ല. പടച്ചവനെ ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. വീഡിയോയിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കണ്ട വീഡിയോയിൽ അവരുടെ ഒരു കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് ഹഠാത് ആകർഷണീയതമായി പോയതാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനുള്ള കാരണം. എൻ്റെ പടച്ചവനെ ഇങ്ങനത്തെ ഒരു തോൽവി ഇനി ഉണ്ടാക്കാനില്ല. എല്ലാ നോമ്പിനും എനിക്കുള്ളതാണ് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയിട്ട് കുളമാക്കി കളയാന്നുള്ളത്. എന്തായാലും എന്താ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം. ഓറഞ്ച് കയ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ കോഫി പൗഡർ ഇട്ടിട്ട്, നല്ല കൂടിയ ബ്രാൻഡിൻ്റെ കോഫി പൗഡറൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഒരു സ്പൂൺ മാത്രം, ഒരു ടീസ്പൂൺ മാത്രം എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കഞ്ഞിക്ക് തേങ്ങ അരക്കാനും അതുപോലെ ഇതേ ലൈലാത്താക്കുള്ള കഞ്ഞിയും കൊണ്ട് ഹാദക്കൂട്ടം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മുടെ പാളിപ്പോയ ഒരു റെസിപ്പിയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇനി ഐസ് ക്യൂബ്സ് കുറച്ച് ഇങ്ങനെ ഞാൻ ചെറിയ ചെറിയ ഐസ് ക്യൂബ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്. ഐസ് ക്യൂബ് കുറച്ച് വലിയ ആയതുകൊണ്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉണ്ടാക്കിയതിന് എന്തെങ്കിലും പോരായ്മയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഇത് സംഭവം. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ആരും ഉണ്ടാക്കി കാണത്തില്ലായിരിക്കും, എന്നാൽ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക, അല്ലെങ്കിൽ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയിട്ട് എനിക്ക് റെസിപ്പി പറഞ്ഞു തരൂ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടു, കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോഫി സിറപ്പും കൂടെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത്, പിന്നെ കുറച്ച് ചിയാ സീഡ്, ആശാളയായാലും മതി കേട്ടോ, അത് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതുണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നു വേറെ ലെവലായിട്ടുമായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും എന്നൊക്കെയായിരുന്നു. എൻ്റെ പഠിച്ചോനെ വായി വെച്ചിരല്ലോ ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ നോമ്പ് തുറന്നതിന് ശേഷമുള്ള ആ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നേ. പെട്ടെന്നാണ് ബാങ്ക് വിളിച്ച് നോമ്പൊക്കെ എല്ലാവരും കൂടെ തുറന്നത്. പിന്നെ നമ്മൾ അപ്പവും അതുപോലെ ചെമ്മീൻ കറിയും ഒക്കെ കണ്ടിട്ട് കഴിച്ചത്. ആ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഉമ്മ ചിരിയോട് ചിരിയായിരുന്നിട്ട്. എന്നിട്ട് ഉമ്മ പറയണേ നാളെ നമുക്ക് സോഡ ഒഴിച്ച് ഇച്ചിരി കൂടെ മധുരമായിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു ക്യൂരിയോസിറ്റിക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നന്നാകുവാണെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയ പ്രശ്നം കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നന്നാവുകയാണെങ്കിൽ എന്നോടൊന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.